ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളേവരെയും അതിസമർത്ഥമായി ദൈവിക ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു ദൈവിക സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണത്. ഏറ്റവും കൂടുതൽ അനുഗ്രഹവും സമാധാനവും അനേകം പേർക്ക് ഗുണകരമായി തീരുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ജ്ഞാനവും അറിവും പരിജ്ഞാനവും ആവശ്യമായിരിക്കുന്നു. അത് ദൈവസഭയ്ക്കകത്തും സൊസൈറ്റിക്കകത്തും കുടുംബത്തിനകത്തും നാം പോകുന്ന പല മേഖലകൾക്കകത്തും ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ദൈവിക ജ്ഞാനമില്ലാതെ ഉള്ളവരായി നാം തീരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അറിവുണ്ടായിരിക്കാം, നമ്മൾ പഠിച്ച പാഠങ്ങൾ അനുസരിച്ചുള്ള ബുദ്ധി ഉണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം. പക്ഷേ ദൈവിക ജ്ഞാനം എൻ്റെ അകത്ത് നിറയപ്പെടുമ്പോൾ ഞാൻ അസാധാരണ വ്യക്തിയായി മാറുക തന്നെ ചെയ്യും. ഒരു സാധാരണ ലെവലിൽ ഞാൻ ചിന്തിക്കത്തില്ല, അസാധാരണമായ ലെവലിൽ ചിന്തിക്കുന്ന ഒരുവളായി നാം മാറപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങൾ വെളിച്ചത്തിന്റെ ഫലങ്ങളായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇരുട്ടിന്റെ ഫലങ്ങൾ ഒരിക്കലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരത്തില്ല. ഇരുട്ടിന്റെ ഫലങ്ങൾ എപ്പോഴും നമുക്ക് വിഷമതകൾ ഒരുക്കി വെക്കുമ്പോൾ വെളിച്ചത്തിന്റെ ഫലങ്ങൾ നമുക്ക് എപ്പോഴും സന്തോഷത്തിന്റെ സുദിനങ്ങളാക്കി മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഭയ്ക്കകത്തും ഭവനത്തിനകത്തും ജോലി സ്ഥലത്തും പഠിക്കുന്ന ഇടങ്ങളിലൊക്കെയും വെളിച്ചത്തിന്റെ ഫലങ്ങളായി മാറുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാവശ്യമാകുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തികവുമാണ്. ആ തികവ് ഇന്ന് പകലിൽ നമ്മളിലും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ ചുരുക്കം ചില വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ആമേൻ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സകല സൽഗുണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ ബുദ്ധി, ഇതാണ് സകല സൽഗുണവും. രണ്ടാമതായി പറയുന്നു ദൈവത്തിന്റെ നീതിയും, അതുപോലെ തന്നെ 3 പറയുന്നു ദൈവത്തിന്റെ സത്യം. ഇത് 3മാണ് ദൈവത്തിന്റെ ഫലം അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. സ്തോത്രം. വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്, ദൈവത്തിന്റെ അറിവാണ്, ദൈവത്തിൽ നിന്നും നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ് ദൈവത്തിന്റെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഇവിടെ എഫെസോസിന്റെ സഭ പാപ്പരത്വം അനുഭവിച്ചു കിടക്കുന്നതിന്റെ കാരണം അവരുടെ അകത്തു ദൈവം പകർന്നിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹത്തിന്റെയും വെളിച്ചം അവരുടെ അകത്ത് എന്തുകൊണ്ട് ഇല്ലാതായി പോയത്? അത് കാണുവാനുള്ള ജ്ഞാനം അവർക്കില്ലാതെ പോയി, അത് അറിയാനുള്ള പരിജ്ഞാനം അവർക്കില്ലാതെ പോയി, അത് അനുഭവിച്ചറിയുവാനുള്ള ബുദ്ധിയും വിവേകവും അതുപോലെ തന്നെ അറിവും അവരിൽ ഇല്ലാതെയായി പോയി. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? ഭിക്ഷക്കാരെ പോലെ അവർ ആയിത്തീർന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം കൊണ്ടും നിറച്ചിരിക്കുന്നു ക്രിസ്തുവേശുവിൽ. ആരെ? എഫെസോസിന്റെ സഭയെ. അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും മാനുഷികമായിട്ടും സാമ്പത്തികമായിട്ടും 5 തലങ്ങളിൽ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരത് അറിയാതെ പോയതിന്റെ കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും അല്ല അവർ ശ്രദ്ധ പതിപ്പിച്ചത്. അവർ ലോകത്തിന്റെ ജ്ഞാനത്തിലേക്ക് ചെന്ന് വീണു, ലോകത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ചെന്ന് വീണു, ലോകത്തിന്റെ അറിവിലേക്ക് അവർ ശ്രദ്ധ പതിപ്പിച്ചു. അവർ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നും വിട്ടുമാറി. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, വ്യർത്ഥ വാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവ
ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ വെളിച്ചം. അപ്പൊ വെളിച്ചത്തിന്റെ ഫലം എന്താണ്? ദൈവത്തിന്റെ സകല സൽഗുണവും നീതിയും അതുപോലെ ദൈവത്തിന്റെ സത്യവും നമ്മുടെ അകത്ത് വെളിപ്പെടുന്നതാണ്. അത് വെളിപ്പെടണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മൾ വസിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ ബുദ്ധിയിൽ നമ്മൾ നടക്കുന്നവരായിത്തീരണം. ദൈവത്തിന്റെ അറിവിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നവരായിത്തീരണം. അത് ഭവനത്തിലായാലും സഭയിലായാലും വിശ്വാസി സമൂഹത്തിനകത്തായാലും നമ്മൾ ചെല്ലുന്ന സൊസൈറ്റിക്കകത്തായാലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ തന്നെയായിരിക്കണം മുന്നോട്ട് പോകണം. പലരും പല ദിവസങ്ങളിൽ അല്ലെങ്കിൽ പല മേഖലകളിൽ അവർ അറിവില്ലാത്തവരായി പോകുന്നു, പരിജ്ഞാനമില്ലാത്തവരായി പോകുന്നു, ജ്ഞാനമില്ലാത്തവരായി തീരുന്നു. അവർ ഇരുട്ടിന്റെ സന്തതികളായി മാറുന്നു. കാരണം എന്ത്? അവർ ലോകത്തിന്റെ ജ്ഞാനത്തിലേക്ക് അവർ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ തികവിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വെളിച്ച